ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ നത്തിങ് ഫോൺ 3നെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നത്തിങ് ഫോൺ 3 ഇറങ്ങിയിട്ടുണ്ട്, 3 Pro ഇറങ്ങിയിട്ടുണ്ട്. നത്തിങ് ഫോൺ 3 ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ലീക്സ് റൂമേഴ്സ് എന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ വില പറഞ്ഞു കൊടുക്കും. അതായത് 12 GB 256 GB സ്റ്റോറേജിന് 80,000 രൂപയും 16 GB 512 സ്റ്റോറേജിന് 90,000 രൂപയാണ് അവർ പറയുന്ന പ്രൈസ് റേഞ്ച്. ഇനി പ്രൊസസറിൽ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 4 ആണ് പ്രൊസസർ വെച്ചേക്കുന്നത്. 2 മില്യൺ മേൽ ആൻറ്റി സ്കോർ കിട്ടുന്ന ഒരു പ്രൊസറാണ് 8S Gen 4 എന്ന് പറയുന്ന പ്രൊസസർ. ഇനി ക്യാമറയുടെ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഇരുന്ന് 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ ഉണ്ട്. അതായത് വൈഡ് ആംഗിൾ 50 മെഗാ പിക്സൽ, അൾട്രാ വൈഡ് 50 മെഗാ പിക്സൽ, ടെലിഫോട്ടോ 50 മെഗാ പിക്സൽ, പിന്നെ സെൽഫി ക്യാമറ അതും 50 മെഗാ പിക്സൽ. ഇങ്ങനെ 50 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് നത്തിങ് ഫോൺ 3 വരാൻ പോകുന്നത്. പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഗ്ലിഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സംഭവം കൊണ്ടുവന്നേക്കാണ്. അതായത് പണ്ടുണ്ടായിരുന്ന ഗ്ലിഫ് ലൈറ്റ് എന്ന് പറയുന്നത് മാറ്റിയിട്ട് ഗ്ലിഫ് മെട്രിക്സ് ആക്കി മാറ്റിയേക്കാണ്. അതായത് ഗ്ലിഫ് ലൈറ്റ് ആയിരുന്നു അല്പം കൂടി നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് തോന്നിയിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു സൊമാറ്റോന്നോ സ്വിഗ്ഗിന്നോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ടൈം കാണിക്കും, നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും. പിന്നെ ഒരു ഷോ ഓഫ് എന്ന് പറഞ്ഞ ഇതിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു ഫോണായിരുന്നു നത്തിങ് 2, നത്തിങ് 1 ഒക്കെ. ഇപ്പോൾ അതിൻ്റെ ഗിഫ്റ്റ് ലൈറ്റ് മാറ്റിയിട്ട് ഗിഫ്റ്റ് മെട്രിക്സ് ആണ് വെച്ചേക്കുന്നത്. ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാവും നമുക്ക് ഗിഫ്റ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ. അതായത് കുറച്ച് പിക്സൽ വെച്ച് ഒരു ലൈറ്റ് വെച്ചേക്കുന്നത്. അതായത് കുറച്ച് പിക്സൽസ് അറേഞ്ച് ചെയ്ത് വെച്ച് ഒരു രൂപം കാണിച്ചു കൊടുക്കുക. ഈ ഗിഫ്റ്റ് മെട്രിക്സ് വെച്ച് നമുക്ക് ട്രൂത്ത് ഓർ ഡെയർ കളിക്കാം. അതായത് സ്പിൻ ദ ബോട്ടിൽ ഒരു 4-5 പേര് ചുറ്റി ഇരുന്നിട്ട് ഫോൺ എടുക്കുക വെച്ചിട്ട് സ്പിൻ ചെയ്യുന്ന പോലെ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബട്ടൺ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ബട്ടൺ അല്ല. ഇപ്പോൾ iPhone 8, 7, SE സീരീസുകളിലൊക്കെ വന്നിരുന്ന ബട്ടൺ ഉണ്ടായിരുന്നു, അത് ഹോം ബട്ടൺ. അതൊരു ഫിസിക്കൽ ബട്ടൺ അല്ല, ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ബട്ടൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ആ ബട്ടൺ അമർത്തി പറഞ്ഞെങ്കിൽ ബോട്ടിൽ കറങ്ങുന്നുണ്ടായിരിക്കും ആ ഗിഫ്റ്റ് മെട്രിക്സിലൂടെ. ഈ ഗിഫ്റ്റ് മെട്രിക്സ് വഴി നമുക്ക് ടൈമർ, നോട്ടിഫിക്കേഷൻ, പിന്നെ എന്നിട്ട് പറയുക ബാറ്ററി, കോമ്പസ് അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ നത്തിങ് എന്ന് പറഞ്ഞ ഫോൺ തേർഡ് പാർട്ടി ആപ്സിന് ഈ ഗിഫ്റ്റ് മെട്രിക്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കോഡിംഗ് സിസ്റ്റം ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഇതിനൊക്കെ ഗിഫ്റ്റ് മെട്രിക്സ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ ഡിസ്പ്ലേക്ക് നോക്കി വരികയാണെന്നുണ്ടെങ്കിൽ 1.5K റെസൊല്യൂഷൻ വരുന്നൊരു ഡിസ്പ്ലേയാണ് കൊടുത്തേക്കുന്നത്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസിലൂടെ നമുക്ക് HDR വീഡിയോസൊക്കെ കാണാൻ പറ്റും. ബാക്കിൽ കൊടുത്ത ഗ്ലാസ് കോണിംഗ് ഗൊറില്ല സ്വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനാണ്. IP68ൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. IP69 ഇല്ല. ഫ്ലാഗ്ഷിപ്പ് മോഡലായിട്ടും IP69 അവർ കൊടുത്തിട്ടില്ല. നത്തിങ് OS 3.5 ഇപ്പോൾ ഇറങ്ങുന്നത്. മാത്രമല്ല അപ്ഡേഷനോട് വഴി നത്തിങ് OS 4ലേക്ക് കിടക്കാം. അതായത് ആൻഡ്രോയിഡ് OS 16 വെർഷനിലേക്ക് കിടക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ കീ എന്ന് പറഞ്ഞൊരു ടൂള്, അതായത് ഒരു ബട്ടൺ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പം ആ എസെൻഷ്യൽ കീ അമർത്തി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും വിത്ത് ആ സ്ക്രീൻഷോട്ടോട് കൂടി. അപ്പോൾ നമ്മൾ പിന്നീട് എപ്പോഴും ആലോചിച്ച് നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഈ എസെൻഷ്യൽ കീ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ബാറ്ററി എന്ന് പറയുമ്പോൾ 1500 mAh ബാറ്ററിയാണ് വരുന്നത്. എനിക്ക് അതിൻ്റെ ഫാസ്റ്റ് ചാർജിങ് അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ല. അതായത് ഇപ്പം എന്താ പറയുക, അത് ഫ്ലാഗ്ഷിപ്പ് ഫോണേ കാരണം മിക്കപ്പോഴും ചാർജർ ബോക്സിന് എന്തുണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാലും നമുക്ക് നോക്കി നോക്കാം. നത്തിങ് സാധാരണ എല്ലാ ബോക്സിലും അവരുടെ ഫോണുകളൊക്കെ ചാർജ് കൊടുക്കാറുള്ളതാണ്. ഫ്ലാഗ്ഷിപ്പ് മോഡലേ കാരണം മാത്രം ചാർജർ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.